നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഹലോകിന് വേണ്ടിയിട്ട് വേറെ ഇഡ്ഡലി എടുക്കാനായിട്ട് അനുസരി അടുക്കളയിലേക്ക് കയറി. അപ്പൊ അവന് കൊടുത്ത ഇഡ്ഡലി പോലെ വേറെ ഇഡ്ഡലി വേണമെന്ന് അവൻ പറയണേ. അങ്ങനെ വേറെ ഇഡ്ഡലി എടുത്തോടെ കൊടുത്തു. അപ്പോഴേക്കും അലോക് നോക്കിയിട്ട് പറഞ്ഞു, ആ ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലേറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ വേറൊരു പ്ലേറ്റ് എടുത്തോണ്ട് വന്നേ. അതിന് ഈ പ്ലേറ്റിന് എന്താ? ഇടി എടുത്തോണ്ട് ഞാൻ പറഞ്ഞു എടുത്തോണ്ട് വന്നാ മതി. അനുസരി വേറെ പ്ലേറ്റ് എടുത്തോണ്ട് വെച്ചു. പ്ലേറ്റ് എടുത്തോണ്ട് വെച്ച അലോ ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. അതിന് ചായ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പോയി വെള്ളം എടുത്തോണ്ട് വാടി. അനുസരി പോയി വെള്ളം എടുത്തോണ്ട് വന്നു. വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അനുസരി എന്ത് ചെയ്ത് ചട്നി ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. പറഞ്ഞു, ചട്നി വേണ്ട, അടുക്കള സാമ്പാറുണ്ട്, നീ അതെടുത്തോണ്ട് വന്നാ മതി. ചട്നിക്ക് എന്താ കുഴപ്പം? എനിക്ക് സാമ്പാർ മതി എന്നല്ലേ പറഞ്ഞേ. അനുസരി അടുക്കളയിലേക്ക് പോയി സാമ്പാർ എടുത്തോണ്ട് വെച്ചു. അലോ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും അനുസരി പറഞ്ഞു, നീ എനിക്കിട്ട് പണി തരാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അലോക് ഒന്ന് ചിരിച്ചു. അനുസരിക്ക് നല്ല കട്ടക്കലിപ്പായി. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എടി നോക്കി നിൽക്കുന്നോ, മര്യാദയ്ക്ക് ഈ സാമ്പാർ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അതും പറഞ്ഞു തരണോന്ന് ചോദിച്ചു. അനുസരി സാമ്പാർ എടുത്തിച്ചിട്ട് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അലോക് ഒറ്റ തട്ട് കെട്ടി. അലോകിന്റെ മേത്തേക്ക് കുറച്ച് വീണു. എന്താടി നിനക്ക് കണ്ണ് കണ്ടുകൂടെ? നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ദേഹത്തേക്കാണ് സാമ്പാർ ഒഴിക്കേണ്ടത്, പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് പകരം. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നീ ഒരു കാര്യം ചെയ്യ, എന്റെ തല വഴി അതും കൂടെ ഊറ്റ്, നിനക്ക് സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞു. അനുസര അടിമുടി ഒന്ന് നോക്കി. അനുസരയുടെ മനസ്സിലേക്ക് ബാലനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മ വരികയാണ്. എടി പെൺമക്കളായിട്ടുണ്ടെങ്കിലേ നല്ല വേണം തന്നെ ജീവിക്കണമെങ്കിൽ അച്ഛനമ്മമാര് നന്നായിട്ട് വളർത്തണം. അല്ലെങ്കിൽ വളർത്തു ദോഷം എന്ന് പറയും. കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടില് ഭർത്താവിനെ അനുസരിക്കേണ്ടവളായിരിക്കണം ഭാര്യ. അല്ലെങ്കിലുണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് തന്റെ അച്ഛന്റെ മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവനിട്ട് ഒരു പണി കൊടുക്കണമല്ലോ. അപ്പോഴേക്കും ആലോചിച്ചു, എന്താടി ഊറ്റണില്ലേന്ന് ചോദിച്ചു. അനുസരി ഒട്ടും മടിച്ചില്ല. ആ സാമ്പാർ പാത്രം എടുത്ത് അവന്റെ തലയിലേക്ക് കൂട്ടി. ചൂട് സാമ്പാറിനകത്ത് കുളിച്ച് അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കിടന്ന് കരയുവേണം. അപ്പോഴേക്കും വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഓടി വന്നു. അവര് നോക്കിക്കഴിയുമ്പോ സാമ്പാറിനകത്ത് കുളിച്ചിരിക്കുന്ന അലോകിനെയാ കാണുന്നേ. അച്ഛന്ന് ചോദിച്ചു, എന്താടാ, എന്താ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുസരി പറഞ്ഞു, ഞാൻ പറയട്ടെ അലോകെന്ന് ചോദിച്ചു. അലോകൊന്നും മിണ്ടുന്നില്ല. നന്ദി ചോദിച്ചു, എന്താ മോളെ, എന്താ സംഭവിച്ചേ? അത് പിന്നെ ഉണ്ടല്ലോ, ഞാനേ അലോകിന് സാമ്പാർ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോഴേക്കും അലോക് പെട്ടെന്ന് കയ്യേല് കയറി പിടിച്ചു. ഒരു നാണത്തോട് കൂടിയിട്ടൊക്കെയാണ് പറയണത്. കയ്യേല് കയറി പിടിച്ചു. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, എന്നാ കാര്യം എന്താ? ഈ സമയം നന്ദി പറഞ്ഞു, ഈ പിള്ളേരുടെ ഒരു കാര്യം. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങള് വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞ. അപ്പൊ ഇവന്റെ ഭാര്യ തന്നെ എടുത്തു കൊടുത്താൽ മതി ആഹാരം. അപ്പൊ ഇതായിരുന്നല്ല കാര്യം. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഒരു നോട്ടം ഒന്നുമില്ല, കഴിക്കുവാന്നോ ഒന്നും ഒരു ചിന്തയില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ അത് ആ റൊമാൻറ്റിക് മൂഡിൽ അവരെടുത്തിരിക്കുന്നത്. അപ്പൊ കയ്യെ കയറി പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ചിലപ്പോ സാമ്പാർ പാത്രം തലേ വീണു. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അനുസരിയാണെങ്കിലോ നാണം കൊണ്ട് കളം വരച്ച് നിൽക്കുവാണ് താനും. ഇവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയെന്നൊരു ചിന്തയായിരുന്നു ഉള്ളില്. പക്ഷെ അച്യുതന്റെ മനസ്സിൽ മാത്രം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ഒടുവിൽ അച്യുതൻ പറഞ്ഞു, പോയി കുളിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അലോക് അവിടുന്ന് അകത്തേക്ക് കയറി ഓടുവാണ്. അനുസരിയുടെ ചുണ്ടില് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. ഇതേ സമയത്ത് ബാലൻ കടയിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ചേച്ചി സാധനം വാങ്ങാൻ വന്നു. അങ്ങനെ ധർമ്മ സാധനമൊക്കെ എടുത്തു കൊടുത്ത് പൈസ കൊടുക്കുന്ന സമയത്ത് അപ്പിളുക്കാരത്തി പറഞ്ഞു, പാവം ബാലേട്ടൻ നെഞ്ചു പൊട്ടിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ കൂടുതലൊന്നും പറയണ്ട, നിനക്ക് സാധനം കിട്ടിയില്ലേ, സാധനം വാങ്ങിച്ചോണ്ട് പോകാൻ നോക്ക്, ഞങ്ങളുടെ കുടുംബകാരത്തെ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്താ പറയാൻ വരുന്നേന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവര് പറഞ്ഞു, അതെ പെൺമക്കളെ വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്തണം, അല്ല ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടിഞ്ഞപ്പോ ധർമ്മന് ദേഷ്യമായി. ധർമ്മം പറഞ്ഞു, നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഇതിന് മാത്രം എന്ത് തെറ്റേ നമ്മൾ ചെയ്ത ബാലേട്ടാ, ശരിക്കും അതിന് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ ചാടി എഴുന്നേറ്റു. എന്താടാ നിനക്ക് സങ്കടമാവുന്നുണ്ടോ? എനിക്കൊരു സങ്കടമില്ല. അവളെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു മകളില്ല, മനസ്സിലായല്ലോ. അവളായിട്ട് എടുത്ത് തലയിലേക്ക് വെച്ച അവളായിട്ട് തന്നെ അനുഭവിച്ചോട്ടെ. ഇനി എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കാനില്ല. അല്ലളിയ ഞാനത് പിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അതെ ഇവിടെ ആർക്കും ഒരു വിഷമമില്ല, പറഞ്ഞത് കേട്ടല്ലോ, ഇനി സങ്കടം അതാതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നേക്കരുത് എന്ന് ധർമ്മനോട് കുറെ ചീത്ത പറയണം. ബാലനാണെങ്കിലും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പൊ ആരുടെയും തീർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ബാലൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ സമയം അലോക് കുളിയെല്ലാം കഴിഞ്ഞു വന്നു. അലോകിന് അപ്പോഴും ആ നീറ്റിലങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല സാമ്പാറിന്റെ.
അനുസരിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല നീറ്റിലുണ്ടോ? ദേ മിണ്ടരുത് നീയ എന്ന് പറഞ്ഞിട്ട് അലോക് ചൂടായിട്ട് അനുവിന്റെ നേരെ ചെന്നു. അപ്പോഴേക്ക് അലോകിനോട് അനു പറഞ്ഞു, കൈ അങ്ങോട്ട് മര്യാദയ്ക്ക് താത്തിയിട്. എന്റെ അച്ഛനെ നാണം കെടുത്തിയിട്ടുണ്ട് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഇതൊരു സാമ്പിള് മാത്ര. എന്റെ അച്ഛനെ എന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കാൻ നോക്കിയാണ്ടല്ലോ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. പിന്നെ എന്റെ ദേഹത്തെങ്ങാനും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച കൈ ഞാൻ വെട്ടത്തുള്ളൂ. ഓർമ്മയിൽ ഇരിക്കട്ടെ. പറഞ്ഞ മനസ്സിലായല്ലോ? എല്ലാ പെണ്ണുങ്ങളോടും കളിക്കുന്ന പോലെ എന്റെ അടുത്തേക്ക് കളിച്ചോണ്ട് വന്നേക്കരുത്. അലോക് ശരിക്കും ചെട്ടിപ്പോയി. ഇവള് പറഞ്ഞേ ചെയ്യൂ എന്നുള്ള കാര്യം അലോകിന് മനസ്സിലാവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ മുറിയിലേക്ക് രാജശ്രീ വരുമ്പോഴത്തേനും അച്യുതൻ ആകെപ്പാട് അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നു. എന്താ അച്യുതേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, കുട്ടികളുടെയൊക്കെ കാര്യമേ എന്തിനേറെ പറയുന്നു. കഴിക്കാനിരിക്കണ സമയത്ത് പോലും റൊമാൻസാ. അച്ഛന് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ അത് റൊമാൻസാന്ന്? അതെന്താ അച്യുതേട്ടാ അങ്ങനെ? എനിക്ക് തോന്നില്ല. റൊമാൻസ് കൂടിപ്പോയി തല വഴി എന്താ സാമ്പാർ എടുത്ത് ഒഴിക്കുമെന്ന് ചോദിച്ചു. അതെ, തല വഴി സാമ്പാർ എടുത്ത് ഒഴിച്ചതാണോ? അവള് സാമ്പാർ എടുത്ത് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക് എന്തേലും കുസൃതി ഒപ്പിച്ചാണ്. അതുകൊണ്ട് സംഭവിച്ചു പോയതല്ലേ? അതെ, നമ്മുടെ കല്യാണ ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ എങ്ങനെയായിരുന്നെന്ന്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഇച്ചിരിയുടെ അഡ്വാൻസ്ഡാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ എന്നാലും നമ്മൾ സാമ്പാർ ഒന്നെടുത്ത് തലയിൽ ഒഴിച്ചിട്ടില്ലല്ലോ. അത് പിന്നെ അന്നത്തെ കാലമാണോ അച്യുതേട്ട ഇന്നത്തെ കാലം? അത് ചിന്തിച്ചാ പോരെ. അതും ഇതും പറഞ്ഞ് നമ്മുടെ ഉള്ള സമാധാനം കളയാൻ നോക്കണ്ട, ബാ വന്ന് കിടക്കാൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ കിടക്കുവാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അലോക് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം അച്യുതൻ പറഞ്ഞു, എടാ ഈ പൈസയെല്ലാം കൃത്യമാണല്ലോ അല്ലേ? കുറെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇപ്പൊ തന്നെ പ്രോപ്പർട്ടിക്ക് കൊടുക്കണോ ഇത്? ആ സമയം പെട്ടുപഴിച്ച് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ ഈ നോട്ടുകെട്ടുകളെല്ലാം കണ്ടിഞ്ഞപ്പോ ഒന്ന് അമ്പരന്ന് പോയി. അയ്യോ ഇതെന്താ അച്യുതേട്ടാ ഇത്തരം പൈസയോ? ഓ എടി ഒന്ന് നീ പതുക്കെ പറ. അപ്പോഴേക്ക് സുകന്യ കുറച്ച് പൈസയും എടുക്കണം. അതവിടെ വെച്ചേ. അല്ല ഇതെന്തിനാ ഇത്രയും പൈസ ഇപ്പം? അതെ, ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ എന്ന് പറഞ്ഞു. അഡ്വാൻസ് കൊടുക്കാനോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത്? അത് ക്യാഷ് ആയിട്ടാ. ഇത് കണക്കിപ്പെടാത്ത പണമായതുകൊണ്ട് ഇങ്ങനെയാ കൊടുക്കണേ. ഓ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഈ സമയം അനു അങ്ങോട്ടേക്ക് വന്നു. അനു മറിഞ്ഞു ഇതെല്ലാം കേൾക്കുവാണ്. കണക്കിപ്പെടാത്ത പണമാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനു കേട്ടു. അനു ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്ക് സുകന്യയുടെ അച്ഛൻ പറഞ്ഞു, നീ അങ്ങോട്ടേക്കാനും പോവാൻ നോക്ക്. സുകന്യ പറഞ്ഞ, ഞാൻ പോയേക്കാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കണ്ണുവെക്കും. അതും പറഞ്ഞിട്ട് സുകന്യ നേരെ തിരിച്ച് ദേവമംഗലത്തേക്ക് തന്നെ പോരുവാണ്. ദേവമംഗലത്ത് വന്നു കഴിഞ്ഞപ്പോ ധർമ്മൻ അവിടെ ഇരിക്കുന്നുണ്ട്. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ സുകന്യ എന്നിട്ട് പറഞ്ഞു, ഓ എന്ത് ചെയ്യാനാ, ഈ വീട്ടിലിരിക്കാൻ തോന്നില്ല. ധർമ്മൻ ചോദിച്ചു, അതിനാണോ നീ കൃഷ്ണമംഗലത്തേക്ക് പോയത്? ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാ എന്റെ ധർമ്മേട്ട. അതുകൊണ്ട് ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോയത്. നിന്റെ നെഗറ്റീവ് എനർജി അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ധർമ്മേട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദേവിയുടെ കുഞ്ഞുപോയി. അനുവിന്റെ വിവാഹം മുടങ്ങി. അനു ഇപ്പൊ അലോകിനോടൊപ്പം പോയി. എന്തൊക്കെ പ്രശ്നങ്ങളായി കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിൽ എന്തോ ഒരു ശാപമുണ്ട്. ഇത് കേട്ടപ്പോ ധർമ്മന് സഹിക്കോ? ധർമ്മം പെട്ടെന്ന് പറഞ്ഞു, ശാപം നിന്റെ അമ്മൂമ്മയുടെ ശാപം. മിണ്ടരുത് നീ. എടി ഈ കുടുംബത്തിലൊരു ശാപവും ഇല്ല. നീയാ ഇപ്പൊ ഈ ശാപം. മിണ്ടിയേക്കരുത്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ധർമ്മേട്ട നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാം. നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം. അവരുടെ കയ്യിൽ എത്ര രൂപയുള്ളത്? ഓ എന്റെ ദൈവമേ, ലക്ഷക്കണക്കിന് പൈസ അവരുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ കിടക്കണേ? നമുക്ക് അവിടേക്ക് പോവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് പോണേ പൊക്കോ. പക്ഷെ എന്നെ പ്രതീക്ഷക്കല്ല്. ഇനി ഇമ്മാതിരി പറച്ചിലുമായിട്ട് വന്നാട്ട് നിന്നെ കാരണം അടിച്ചു പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഗോമതി, എടാ ധർമ്മ നീ എന്താ കാണിക്കണേന്ന് ചോദിച്ചു. ചേച്ചി ഞാന്. നീ എന്തിനടാ അവളെ തല്ലാനിട്ട് കൈ ഓങ്ങിയത്? അത് പിന്നെ ചേച്ചി കേട്ടില്ല ഇവള് പറഞ്ഞൊക്കെ? ഞാനെല്ലാം കേട്ടു. നീ എന്തിനടാ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുകന്യ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ധർമ്മം പറഞ്ഞു, ചേച്ചി അവള് പറഞ്ഞു കേട്ടോ. കേട്ടിട്ട് തന്നെയാടാ ഞാനെല്ലാം പറയണത്. നീ പോയിക്കോ, അവള് പറയുന്ന പോലെ ഇവിടുന്ന് പോയി രക്ഷപ്പെടാൻ നോക്ക്. വെറുതെ എന്തിനാ ഇവിടെ കിടന്ന് നിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കുന്നേ? അത് കേട്ടപ്പോ ധർമ്മന് സങ്കടമായി. ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഒരാപത്ത് വന്നീമ്പോ ഇട്ടിട്ട് പോകുന്നവനാന്ന്. അത്ര വലിയ സുഖവും സൗകര്യവും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവനാ ചേച്ചിയുടെ ഞാന്. എന്നിട്ടാണ് ചേച്ചി ഇത് പറയുന്നേ. എന്റെ മരണം വരെ ഞാൻ ചേച്ചിനെ വിട്ടു പോകത്തില്ല. അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ചേച്ചിയോടൊപ്പം ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. അതിനി ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോമതിയെ ആശ്വസിപ്പിക്കുവാണ് ധർമ്മന്. ഗോമതിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം താനോ തന്റെ കുടുംബക്കാരോ കാരണം ധർമ്മന്റെ ജീവിതം നശിക്കില്ലെന്ന് കരുതിയിട്ടാണ് ഗോമതി അങ്ങനെ പറയണേ. പക്ഷെ ധർമ്മൻ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല.
കുറച്ച് കഴിഞ്ഞപ്പോ കൃഷ്ണമംഗലത്തേക്ക് മൂന്നാല് പേര് വരുവാണ്. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അച്യുതനും അല്ലവും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവരങ്ങോട്ട് കയറി വരുന്നത്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് ചോദിച്ചു, ആ സക്രിയ തോമസ് ആണോന്ന് ചോദിച്ചു. അപ്പൊ പ്രോപ്പർട്ടിയുടെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണമായിരുന്നല്ലോ, അപ്പൊ അവര് വീട്ടിലേക്ക് വരും വന്നാന്ന് ഓർത്തണ്ട അങ്ങനെ ചോദിക്കുന്നേ. അത് കേട്ടപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ആ അതെ, ആ അങ്ങനെയാണോ, എങ്കിലൊരു കാര്യം ചെയ്യാം, പൈസ ഇപ്പൊ തന്നെ കൈമാറിയേക്കാം, അല്ല നിങ്ങൾ മില്ലിലേക്ക് വരുമെന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അനന്തേട്ടൻ മില്ലിലേക്ക് പോയി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്ക് വരാന്നോർത്ത് വീട്ടിലേക്ക് വന്നതാ. അപ്പോഴേക്കും അച്ഛനും പൈസ എടുത്താ പെട്ടി തുറന്ന് കാണിക്കണം, ഇത് കണ്ടോ, പൈസ എല്ലാം റെഡിയാന്ന് പറഞ്ഞു. ആ അല്ല ഇത് ബ്ലാക്ക് മണി ആണല്ലോ അല്ലേ, അതെ ബ്ലാക്ക് മണി തന്നെയാന്ന് പറഞ്ഞു. പിന്നെ വൈറ്റ് മണി അച്ഛനായിട്ട് മില്ലി വെച്ചിട്ടുണ്ട്, ബാക്കി പൈസ ഇതാന്ന് പറഞ്ഞു. ഈ സമയത്ത് അവരവരെ നോക്കി നോക്കി കഴിഞ്ഞപ്പോ അച്ഛനും പറഞ്ഞു, എങ്ങനെയാ പൈസ കൈമാറുമല്ലേ സാറേ, നമുക്കൊന്ന് പോയാലോ, മില്ലിലേക്ക് പോയാലോ എന്ന് വെച്ചു. അവിടെ നിക്ക, ആരും ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, അതെ ഞങ്ങള് വിജിലൻസിൽ നിന്നാന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഏ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവര്. അയ്യോ സാർ അത് പിന്നെ ഞങ്ങള് ഏ അതെ അതെല്ലാം അവിടെ വെക്ക്, ഞങ്ങൾക്ക് ഇവിടെ വീടൊന്ന് റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞു. റെയ്ഡ് നടത്താനോ, അതെ ഞങ്ങളിപ്പോ റെയ്ഡ് നടത്താൻ പോവാ, പരിശോധിക്കാനായിട്ട് പോവാ, എല്ലാരും കൂടെ ഫോൺ ഇവിടെ വെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത പെട്ടെന്ന് അനന്തേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഫോൺ അവിടെ വെക്കാൻ പറഞ്ഞു, വിളിക്കാൻ സമ്മതിച്ചില്ല. ആ സമയം അനുശ്രീ പറഞ്ഞു, അയ്യോ അത് പിന്നെ സാർ എന്റെ അമ്മാവനും അല്ലെങ്കിൽ എന്റെ ഭർത്താവൊന്നും ഇങ്ങനെ ഇത്തരം ചതികളൊന്നും ചെയ്യുന്നതല്ല, അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഇത് ബ്ലാക്ക് മണിയാന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് രേഖകളുണ്ടെന്ന് പറഞ്ഞു. വീടെല്ലാം മുഴുവൻ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്ത് കുറെ രേഖകളും കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, സാറേ ദൈവത്തെ ഓർത്ത് കേസ് ചാർജ് ചെയ്യരുത്, ഞങ്ങളെ നാറ്റിക്കരുത്, ഞങ്ങൾ നാണം കെട്ടു പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, സാറേ ഞങ്ങൾ 10 ലക്ഷം രൂപ തരാം. അച്യുതൻ പറഞ്ഞു, 10 അല്ല 15 ലക്ഷം രൂപ വെള്ളം തരാം, കേസ് ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ കൈക്കൂലി ഓഫർ ചെയ്തു, അതിന് വേറെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു, അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും കേസ് ചാർജ് ചെയ്യുന്നത്. അയ്യോ അത് പിന്നെ ഞാന് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതം പിന്നാലെ എല്ലുവാണ്. അതെ ഈ പൈസയുടെ റെസിപ്റ്റും കാര്യങ്ങളും പിടിച്ചെടുത്ത രേഖകളുടെ റെസിപ്റ്റ് എല്ലാം തന്നേക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവരതെല്ലാം എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്യുതൻ ചെന്നിട്ട് പറഞ്ഞു, സാറേ കാല് പിടിക്കാൻ, ഞാൻ ദൈവത്തെ ഉറച്ച് ചതിക്കരുത്, ഇത് കൊണ്ടുപോകരുത്, ഞങ്ങളെ നാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങ് മാറി നിൽക്കണോ അവിടുന്ന്, വന്നിരിക്കുന്നു, ഇതൊക്കെ നേരത്തെ നോക്കേണ്ട കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കാറി കയറുന്ന സമയത്ത് ദേവമംഗലത്തിൽ നിന്ന് മീനാക്ഷി ഇത് കണ്ടു. മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛനെ അവരുടെ പിന്നാലെ എന്നിട്ട് ഇങ്ങനെ കാല് പിടിക്കുന്നൊക്കെ എന്താ ഏതാ കാര്യം എന്നൊക്കെ മീനുവിനും മനസ്സിലായില്ല. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനിങ്ങനെ തലയെ കഴിച്ച് പറയാണ്, ദൈവമേ ഏത് മഹാഭാവിയാണോ എന്തോ ഇത്ര വലിയ ക്രൂരത ചെയ്തേന്ന്. പക്ഷെ അത് അനുശ്രീ കൊടുത്ത പണിയായിരുന്നു, അവർക്കറിയില്ലോ അത് അനുശ്രീ കൊടുത്ത പണിയാന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.